വേണ്ട, മോള് ചെയ്തതില് ഒരു തെറ്റുമില്ല. മുത്തശ്ശി പറയുന്നത് കേട്ട് അവള് പലതും മാറി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. നിന്റെയും വരുണിന്റെയും വിവാഹം നടത്തി തരണമെന്ന് അച്ഛൻ വിചാരിച്ചത് അവളോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അതാണ് നേരെന്ന് അച്ഛന് മനസ്സിലായതുകൊണ്ടാ. ഒരുപാട് ഒഴിഞ്ഞു മാറി നടന്നതാമ്മേ. പ്രിയം വരുണിനെ ഒരുമിപ്പിക്കാൻ എന്നാലാവുന്നത്ര ഞാൻ ശ്രമിക്കുകയും ചെയ്തു. വരുണിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സിൽ ഞാൻ വരുണിനോട് മാപ്പ് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വരുണിനെ എനിക്ക് മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റില്ല. വരുണിനെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. മോളെ, ഇത്രയും നാളും കടപ്പാടിന്റെ പേരിൽ ഒഴിവായി നടന്നു. ഇനി എനിക്ക് മനസ്സർപ്പിച്ച് പറഞ്ഞേ പറ്റൂ. എനിക്ക് വരുണിനെ ഇഷ്ടം. ആദ്യമൊക്കെ വരുൺ മാത്രം എന്നെ ദ്രോഹിക്കാറുള്ളായിരുന്നു. ദേ ഇപ്പൊ മുത്തശ്ശിയും തുടങ്ങിയിരിക്കുക അമ്മ. ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ ഭർത്താവിനെ സ്നേഹിച്ചതോ? വരുൺ എന്നെ അവഗണിച്ചിട്ടും ഞാൻ വരുണിന് വേണ്ടി കാത്തിരിക്കുന്നതോ? അയ്യോ, എന്തൊരു നിഷ്കളങ്കത അവളുടെ മുഖത്ത്. പത്മിനി, അഭിനയത്തിന് സമ്മാനം വല്ലതും ഉണ്ടെങ്കിലേ എടുത്ത് അവളുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്ക. പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയിൽ അഭിനയിക്കാൻ നടന്നതല്ലേ, എല്ലാ ഭാവവും വരും. അമ്മയും വരുണിനെ പോലെ തുടങ്ങുകയാണോ? അമ്മ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പത്മിനി, നാഗത്തറയിൽ പോയി നാഗത്തമാരെ കുമ്പിടുമ്പോ അത് ദൈവമാണ്. നമുക്ക് തൊഴുതിട്ട് വരാം. പക്ഷേ വിഷമുള്ള ഒരു പാമ്പ് വീട്ടിനകത്തോട്ട് കയറിയ നമ്മൾ എന്താ ചെയ്യാ? തൊഴുതു നിക്കോ അതോ തല്ലിക്കൊല്ലും? ഇവളൊരു വിഷപ്പാമ്പാ. അടുത്തു കൂടുന്നവരെയൊക്കെ വിഷം തീണ്ടും. പത്മിനിക്കത് ബോധ്യമായിട്ടില്ല. എന്താണ് എടുത്തി പാമ്പിന്റെയും നാഗത്തറയുടെയൊക്കെ കണക്കൊക്കെ? ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായി ഉർവശി കേട്ടു എന്ന് എനിക്ക് നല്ലോണം അറിയാം. ആ കേട്ടെങ്കിൽ എന്താ? സത്യം പറഞ്ഞാലേ അമ്മ വെറുതെ നാണം കെടുക. വരുൺ ഭാര്യയുടെ ചേച്ചിയെ രണ്ടാം ഭാര്യയെ പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടുകാർ കാറി തുക്കും. അതിന് കൂട്ടു നിൽക്കുന്നത് അമ്മയാണെന്നെങ്ങാനും പറഞ്ഞാലേ ചിലപ്പോ അമ്മയ്ക്ക് പെരുവഴിയിൽ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ഹോ, എന്റെ മക്കൾ എന്നെ സ്നേഹിച്ചു കൊല്ലുകയാണല്ലോ. അങ്ങനെ ആളുകൾ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെയാണെങ്കിൽ എനിക്ക് ഇറങ്ങണ്ട. പിന്നെ വരുണിന്റെ രണ്ടാം ഭാര്യ എന്ന പ്രയോഗം അതങ്ങ് തിരുത്തിക്കോ. അവൻ ഒരു ഭാര്യയേ ഉള്ളൂ, അത് രാധികയാ. അവൻ താലി കെട്ടിയ പെണ്ണ്. ഹലോ മോളെ. മുത്തശ്ശി, ജയഭാരതി മുത്തശ്ശി വലിയ പ്രശ്നോ. എന്നെ അടിച്ചിറക്കണമെന്നുള്ള തീരുമാനത്തിൽ അവര് നിൽക്കുന്നത്. അവര് പറഞ്ഞ എല്ലാരും അനുസരിക്കും, അതോ എന്റെ പേടി. എടി, അവരെന്തെങ്കിലും ചെയ്യട്ടടി, നീ അതൊന്നും കാര്യമാക്കാൻ നിക്കണ്ട. അല്ല, നിനക്ക് ഷൂട്ടിങ്ങിന് പോണ്ടേ? അതിന് എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചോ നീ?
ഞാൻ കുറെ ആലോചിച്ചു മുത്തശ്ശി. അവസാനം ഒരു തീരുമാനത്തിലെത്തി. അത് മുത്തശ്ശിയോട് പറയാനാ ഞാൻ വിളിച്ചത്. ആ എന്താ എന്താ നിന്റെ ഉദ്ദേശം? നേരെ ചൊവ്വേ ഇവിടുന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്താന്ന് വെച്ചാ, ഏതെങ്കിലും 2-3 പേരെ കൊണ്ടേ എന്നെ ഇവിടെ വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന പോലെ അഭിനയിപ്പിക്കാന്നുള്ളതാ. എടി അതൊക്കെ പ്രശ്നമാവില്ലേ? പ്രശ്നമാവട്ടെ. അവരെന്നെ തട്ടിക്കൊണ്ടു പോയിന്ന് തന്നെ ഇവിടെ ഉള്ളവരെ വിശ്വസിപ്പിക്കണം. എടി അതൊക്കെ പ്രശ്നമാവും. അവരെല്ലാവരും ഓടി എഴുന്നേറ്റ് വരില്ലേ? അപ്പൊ പിന്നെ ഏതെങ്കിലും രീതിയിൽ നിന്റെ യാത്ര തടസ്സമാവില്ലേ? അവരാരും എഴുന്നേറ്റ് വരില്ല. ഈ തട്ടിക്കൊണ്ടു പോവല് അങ്ങനെ തന്നെ ആയിരിക്കും മുത്തശ്ശി. ഇവിടെ വീടിനകത്തെ ഒരിടത്ത് മാത്രമേ CCTV ക്യാമറ ഉള്ളൂ. വരുണും അച്ഛനും ഒക്കെ ഓഫീസായി ഉപയോഗിക്കുന്ന മുറിയുടെ മുൻപിൽ. ഞാൻ ഏൽപ്പിക്കുന്ന ആളുകള് അതുവഴിയാണ് എന്നെ കടത്തിക്കൊണ്ടു പോവുക. എന്നെ കടത്തിക്കൊണ്ടു പോകുന്നത് ക്യാമറയിൽ പതിയുകയും ചെയ്യും. എടി ഇതൊക്കെ നടക്കുവോ? നടക്കും. എന്നെ കാണാതാവുമ്പോ ഇവിടെയുള്ളവര് പോലീസിൽ പരാതി കൊടുക്കും. പോലീസ് വന്ന് CCTV ചെക്ക് ചെയ്യും. അപ്പോ എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന് എല്ലാരും വിശ്വസിക്കും.